ഷാഫി, എങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചെക്കിങ്ങും പരിശോധന ഒക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്? മൂക്കിന് പരിക്കേറ്റ സംഭവമുണ്ടായി, ഏറെ നേരം ചികിത്സിച്ച ശേഷമാണ് പിന്നീട് ഡോക്ടർമാരുടെയൊക്കെ തന്നെ പ്രതികരണവും ഒക്കെ തൃപ്തികരമാണ് കാര്യങ്ങളെന്ന് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ എന്താണ് ഇംതിയാസ്? പ്രജീഷ്, ഒരു അരമണിക്കൂർ മുൻപാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് ഷാഫി പറമ്പലിന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ മൂക്കിന്റെ ഇടത് വലത് അസ്ഥികളിൽ പൊട്ടലുണ്ട്, 2 പൊട്ടലുകളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ മെഡിക്കൽ റിപ്പോർട്ട്. മൂക്കിന്റെ ഇടത് അസ്ഥിയുടെ സ്ഥാനം തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മൈനർ സർജറി ഇന്നലെ രാത്രിയോടെ തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് ഷാഫി പറമ്പലിന് ചെയ്തത് എന്നുള്ളതാണ് കാര്യം. അതോടൊപ്പം ആരോഗ്യനില തൃപ്തികരമാണെന്നും വേണ്ട വിശ്രമം ഷാഫി പറമ്പലിന് വേണമെന്നുമാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇന്നലെ ICUവിൽ പ്രവേശിപ്പിച്ചതാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ICUവിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് കാര്യം. ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തൊട്ട് വിവിധ UDF നേതാക്കൾ ഇങ്ങോട്ടേക്ക് ഷാഫിയെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയതോടൊപ്പം തന്നെ കൂടുതൽ സന്ദർശകരെ ഒഴിവാക്കണം, അത്രത്തോളം നേതാക്കളൊന്നും വന്ന് ഷാഫിയെ ഇങ്ങനെ കാണരുത് എന്നൊരു കാര്യം കൂടെ ബേബി മെമ്മോറിയൽ മാനേജ്മെന്റ് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചവരെയൊക്കെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നജീബ് കാന്തപുരം MLA ഇപ്പോൾ ഷാഫി പറമ്പലിനെ കാണാൻ വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നജീബ് കാന്തപുരം ഇപ്പോൾ ഷാഫിയെ കാണാൻ വേണ്ടി വരികയാണല്ലേ? തീർച്ചയായിട്ടും. എന്താണ് ഇപ്പം നേരത്തെ PK ഫിറോസിന്റെ അടക്കം പ്രതികരണം വന്നിരുന്നു, എന്താ തോന്നുന്നത്? നമുക്ക് എല്ലാവർക്കും ആസൂത്രിതമാണോ ഈ കാര്യങ്ങളൊക്കെ? അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അടിച്ചൊതുക്കാമെന്ന് CPM തീരുമാനിക്കുകയാണ്. അത് നിയമസഭയിലും അങ്ങനെ, നിയമസഭയ്ക്ക് പുറത്തും അങ്ങനെ, നാട്ടിലെല്ലായിടത്തും അങ്ങനെ അടിച്ചൊതുക്കാനാണ് തീരുമാനമെങ്കിൽ നമുക്കൊന്ന് കാണാമല്ലോ. ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നമാണ്. അത് സംസ്ഥാനത്തൊട്ടാകെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു, ഒരു MP പരിക്കേൽക്കുന്നു. ഇതൊരു പോലീസ് നടപടിയാണോ? അത് എങ്ങനെ തോന്നുന്നത്? അതായത് നേരത്തെ തന്നെ ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ടോ? CPM 2 കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഭരണം ഉള്ളപ്പോൾ അവർ പോലീസിനെ ഗുണ്ടകളായിട്ട് ഉപയോഗിക്കും, ഭരണം ഇല്ലാത്തപ്പോൾ അവർ ഗുണ്ടകളെ വാടകയ്ക്ക് വിളിക്കും. രണ്ടാണെങ്കിലും ഷാഫിക്ക് ഇനി ഒടിയാത്ത എല്ല് ബാക്കിയുണ്ട് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ ഷാഫി പറമ്പലിനെ കാണാൻ വേണ്ടി എത്തിയതാണ്. നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നിരുന്നു. അല്പസമയം കൂടെ കഴിഞ്ഞാൽ KC വേണുഗോപാൽ MP ഇങ്ങോട്ടേക്ക് ഷാഫിനെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. അങ്ങനെ അനേകം നേതാക്കൾ ഇവിടെ എത്തി. വളരെ പ്രകോപനപരമായ വിവരങ്ങൾ ആശുപത്രിയിൽ നൽകിയത്. അപ്പോൾ